കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം. സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരൻ ഇപ്പോൾ പ്രോസിക്യൂട്ടർ സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. ഷൈൻകുമാർ, പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അത് കൃത്യമായിട്ട് സഹായിച്ചു. എല്ലാവരുടെ ടീമായിട്ടാണ് നമ്മൾ. അതുമല്ല, ഫോട്ടോഗ്രാഫർ നമ്മൾ ഓരോ കൃത്യം ചെയ്യുമ്പോഴും, അതായത് ഓരോ മഹസർ എഴുതുമ്പോഴും ഒക്കെ തന്നെ ഫോട്ടോഗ്രാഫർ കൃത്യമായിട്ട് അത് ഫോട്ടോ എടുക്കുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആവശ്യകതയെന്ന് പറയുന്നത് കൃത്യമായിരിക്കണമല്ലോ എന്നുള്ളതാണ്. അതുപോലെ സാക്ഷികൾ, കൃത്യമായ സാക്ഷികൾ അവരുടേതായ ഭാഷയിൽ തന്നെയാണ് അവർ പറഞ്ഞത്, മൊഴികളും. അതൊക്കെ നമുക്ക് വളരെ സഹായമായിരുന്നു. പിന്നെ നമ്മൾക്ക് പ്രോസിക്യൂഷന് വേണ്ടി നടന്ന അജയ് സാറ് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തു. അങ്ങനെയാണ് ശിക്ഷ കിട്ടാൻ തന്നെ സാധ്യമായത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം. സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരൻ രഞ്ജി കുര്യൻ, മാതൃ സഹോദരൻ മാത്യു സക്കറിയ എന്നിവരെ വെടിവെച്ചു കൊന്നതിനാണ് കേസ്. പ്രതി കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ വീട്ടിൽ ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നുള്ള ശിക്ഷാവിധി പ്രഖ്യാപനം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അതാണ് ശിക്ഷാവിധിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം ലഭിച്ചിരിക്കുന്നു. അതായത് പോലീസിൻ്റെ കൃത്യമായ അന്വേഷണം മാത്രമല്ല, ഇതിലെ മോട്ടീവ്, ഇതിലെ തയ്യാറെടുപ്പുകൾ അതടക്കമുള്ളവ തെളിയിക്കാൻ പ്രോസിക്യൂഷനായി, അസന്നിഗ്ധമായി തെളിയിക്കാൻ പ്രോസിക്യൂഷനായി എന്നുള്ളതാണ് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വാങ്ങി നൽകുന്നതിലേക്ക് എത്തിയത്. ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. സനോജ്, എന്തൊക്കെയാണ് വിധിയുടെ വിശദാംശങ്ങൾ? ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഈ പ്രതി വെടിവെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. ഈ വിധി കോടതി പറയുന്നത് പ്രതി ജോർജ് കുര്യനാണ് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കണമെന്നുള്ളതാണ്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഈ ഉത്തരവ്. 20 ലക്ഷം രൂപ പിഴയും കൊടുക്കണം, ശിക്ഷ വെവ്വേറെ അനുഭവിക്കണം. വിവിധ വകുപ്പുകളിൽ 8 വർഷവും 3 മാസം ശിക്ഷ ആദ്യം അനുഭവിക്കണം, ശേഷം ഇരട്ട ജീവപര്യന്തം അനുഭവിക്കണം. ഒപ്പം തന്നെ ഈ തുക, അതായത് വിധിക്കപ്പെട്ട 20 ലക്ഷം രൂപ കൊല്ലപ്പെട്ട രഞ്ജുവിന്റെ കുടുംബത്തിന് നൽകണമെന്നും കോടതി വിധി പ്രസ്താവനത്തിലൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പോലീസിന്റെയും പോലീസിന്റെ കൃത്യമായ അന്വേഷണം, തെളിവുകൾ കൃത്യമായി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. പ്രധാനപ്പെട്ട സാക്ഷികൾ എല്ലാവരും കൂറുമാറിയ ഒരു സുപ്രധാനമായ കേസ്. രഞ്ജു കുര്യന്റെ മാതാവ്, അതായത് ജോർജ് കുര്യൻ രഞ്ജു കുര്യന്റെ മാതാവ് ഈ കേസിൽ മൊഴി മാറ്റി പറഞ്ഞു. അടുത്ത ബന്ധുമിത്രാദികൾ ഉൾപ്പെടെയുള്ളവർ മൊഴി മാറ്റി പറഞ്ഞു. അങ്ങനെ കേസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം പല കോണുകളിൽ നിന്നും ഉണ്ടായി എങ്കിൽ പോലും പോലീസിന്റെ കൃത്യമായ അന്വേഷണം അതിനെ ഒന്നും തടസ്സപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി കാണാൻ കഴിയുന്നത്. എന്തായാലും സംഭവബഹുലമായ ഒരു കൊലപാതകമായിരുന്നു ഇത് എന്ന് വേണം പറയാൻ. കാരണം സ്വന്തം സഹോദരനെ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസ്, ഒപ്പം തന്നെ മാതാവിന്റെ സഹോദരനെയും കൊലപ്പെടുത്തിയ കേസ് IPC 302, 449, 506(2) ഇന്ത്യൻ ആയുധ നിയമം 30 എന്നീ വകുപ്പുകൾ പ്രകാരം ആണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. ജോർജിന്റെ ഇളയ സഹോദരൻ രഞ്ജു കുര്യൻ, അദ്ദേഹത്തിന് 50 വയസ്സായിരുന്നു. മാതൃ സഹോദരനായിട്ടുള്ള മാത്യു സക്കറിയ, അദ്ദേഹത്തിന് 78 വയസ്സായിരുന്നു. സഹോദരന്മാർ തമ്മിലുള്ള സ്വത്ത് തർക്കം പറഞ്ഞ് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൂട്ടിക്കലെ വീട്ടിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് ചർച്ച ചെയ്യുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തോക്കുമായി എത്തിയ ഈ ഇദ്ദേഹം വന്ന് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. 2027 മാർച്ച് മാസം 7-ാം തീയതിയായിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രതികൾ കൂറുമാറിയപ്പോൾ രഞ്ജുവിന്റെ ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ മഹേഷ് കൂറുമാറിയില്ല. വീട്ടുജോലിക്ക് എത്തിയിരുന്ന വീട്ടുകാർ കൂറുമാറിയില്ല. അവർ ശക്തമായ നിലപാടുകൾ കോടതിയിൽ ബോധിപ്പിച്ചു. അവർ കണ്ട കാര്യങ്ങൾ കോടതിയിൽ കൃത്യമായി ബോധിപ്പിച്ചു. അങ്ങനെ നടത്തിയ വാദപ്രതിവാദങ്ങളുടെ ഒടുവിലാണ് കഴിഞ്ഞ ദിവസം കോടതി ഇദ്ദേഹം ശിക്ഷക്കാരനാണെന്ന് കണ്ടെത്തിയത്. പിന്നീട് ഇന്നലെ നടന്ന വാദത്തിൽ
പ്രതിക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കണമെന്നും, കാരണം സ്വന്തം സഹോദരനെ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ കൊലപ്പെടുത്തിയ പ്രതി ഉന്നതനായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളയാളാണ്. മാത്രമല്ല ഉന്നത സമൂഹത്തിൽ വിലയും നിലയോടും കൂടി ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭവ വികാസമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അർഹമായ ശിക്ഷ പ്രതിക്ക് നൽകണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ സനോജ് സുരേന്ദ്രൻ, ഈ വിധിയിൽ പറയുന്നത് ഇരട്ട ജീവപര്യന്തം. ഈ ഇരട്ട ജീവപര്യന്തത്തിന് പുറമെ 8 വർഷം തടവ് കൂടി അനുഭവിക്കണം, 20 ലക്ഷം രൂപ പിഴ ഈടാക്കണമെന്നതടക്കമുള്ള അത്തരം വിധിയുടെ വിശദാംശങ്ങളിലേക്കൊന്ന് പോയാൽ സനോജ്. തീർച്ചയായിട്ടും അജിംഷാദ്, വിവിധ വകുപ്പുകളിൽ 8 വർഷവും 3 മാസവും ശിക്ഷ ആദ്യം അനുഭവിക്കണം. ഒപ്പം തന്നെ 20 ലക്ഷം രൂപ കൊടുക്കണം. ഈ അവർക്ക് 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉൾപ്പെടെ 4 കുട്ടികളാണുള്ളത്. അവർ ജീവിതത്തിന് വേണ്ടി സുപ്രധാനമായ കോടതിയുടെ വിധി. ഇതിനുശേഷം ഈ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഇരട്ട ജീവപര്യന്തം അനുഭവിക്കണമെന്നും പ്രധാനമായ ജയം സനോജ് സുരേന്ദ്രനിലേക്ക് തിരിച്ചെത്താനാകും. ടെലിഫോൺ ബന്ധം കട്ടായെന്ന് തോന്നുന്നു. എന്തായാലും വിവിധ വകുപ്പുകളിൽ 8 വർഷവും 3 മാസവും ശിക്ഷ ആദ്യം അനുഭവിക്കണം, ശേഷം ഇരട്ട ജീവപര്യന്തം അനുഭവിക്കണം. കൂടാതെ 20 ലക്ഷം രൂപ പിഴ ഈടാക്കാനും കോടതിയുടെ വിധി. കോട്ടയം കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിലാണ് ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം വിധിച്ചുകൊണ്ടുള്ള കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിർണായകമായ വിധി. 20 ലക്ഷം രൂപ പിഴ കൂടി ഈടാക്കണം. ആദ്യം അനുഭവിക്കേണ്ടത് 8 വർഷം, വിവിധ വകുപ്പുകളിലായി ഉള്ള ശിക്ഷ 8 വർഷവും 3 മാസവും ശിക്ഷ അനുഭവിച്ചതിന് ശേഷം, തടവ് അനുഭവിച്ചതിന് ശേഷമാണ് ഇരട്ട ജീവപര്യന്തം അനുഭവിക്കേണ്ടി വരിക. ബോധപൂർവം 2 പേരെ വെടിവെച്ച് കൊന്ന സാഹചര്യം കണക്കിലെടുത്ത് പഴുതടച്ചുള്ള പോലീസിൻ്റെ അന്വേഷണവും പ്രോസിക്യൂഷൻ്റെ വാദങ്ങളുമൊക്കെയാണ് ഈ വിജയത്തിലേക്ക് എത്തുന്നത്, നീതി ലഭ്യമാക്കുന്നതിലേക്ക് എത്തിയത്. എന്തായാലും കോട്ടയം കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. ഇതിൻ്റെ വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകി വന്നത്.